പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ. അങ്ങനെ പത്മകുമാർ എന്ന് പറയുന്നത് CPM-ന്റെ തലയിലെ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന വള്ളിക്കെട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നാള് ഇത്രയും തഴക്കവും ഒക്കെ ഉള്ള ഒരു നേതാവിനെ CPM-നാണെങ്കിൽ വിട്ടുകൊടുക്കാനും വയ്യ. കാരണം പപ്പൻ വാ തുറന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പെട്ടു. ഇലക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇലക്ഷൻ വരികയാണ്, തദ്ദേശം ഇങ്ങ് എത്തി, ഇത് കഴിയുമ്പോൾ നിയമസഭയുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം, അന്വേഷണം, ശബരിമല സ്വർണ്ണക്കൊള്ള വരുന്നത്. അതും മുഖ്യന്റെ മേൽനോട്ടത്തിലാണോ? ആഭ്യന്തര വകുപ്പ് നേരിട്ട് ഇടപെടുന്നതാണോ? അല്ല, അത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഒരു പരിധി കൂടുതൽ ഒന്നും അവിടെ നിന്ന് വിവരങ്ങൾ വേണമെങ്കിൽ ചോർത്തിയെടുക്കാൻ പറ്റും. എന്താണ്, എവിടെ വരെ എത്തി, അടുത്തത് ആരാണ് എന്ന് വേണമെങ്കിൽ ചോർന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് അതിൽ ഒരു വിരൽ അനക്കാനുള്ള സാധ്യതയില്ല. SIT ആണെങ്കിൽ പറയുന്നത് പപ്പനെ ഇങ്ങ് തന്നേരെ കോടതി, പപ്പനെ ഇങ്ങ് തന്നേരെ, പപ്പന്റെ വായിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ചുകൂടെ കിട്ടാനുണ്ട്, കുറച്ചുകൂടെ ഞങ്ങൾ പിഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തരാം, ഇല്ലെങ്കിൽ പപ്പൻ ഈ നാട് തന്നെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് പപ്പൻ. കാരണം പ്രതീക്ഷിക്കുന്നത് പോലെയല്ല. നമ്മൾ എന്ത് ആരോപണങ്ങൾ വരുമ്പോഴും എപ്പോഴും പറയും പിണറായി വിജയൻ, പിണറായി വിജയൻ എന്ന്. പക്ഷേ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് അങ്ങനെ വന്നെങ്കിൽ പോലും മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒരു തഴക്കമൊക്കെ ഉണ്ട്. ഒരു കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, ഇതിലേക്ക് എങ്ങനെ വരാതിരിക്കണം എൻ്റെ പേര്, ഇത് എവിടം വരെ എത്തി അന്വേഷണം വന്നാൽ നിൽക്കണം എന്നുള്ളതൊക്കെ ഒരു മുൻകൂട്ടി ഒരു ധാരണയാണ്. പക്ഷേ പപ്പൻ കളിച്ചത് എന്താണെന്ന് അറിയാമോ? പപ്പൻ കളിച്ചത് ഞാൻ പെട്ട നീയും പെട്ടു, ചുറ്റുമുള്ളവരും പെട്ടു, അങ്ങനെ അങ്ങ് എനിക്കിട്ട് പണിതുണ്ട്, നീയൊന്നും പോവണ്ട എന്നുള്ളതായിരുന്നു പപ്പൻ്റെ ഒരു നിലപാട്. SIT ആണെങ്കിൽ പപ്പന്റെ നിലവറ തൊടുന്നതോടുകൂടി SITയിലെ ഉദ്യോഗസ്ഥർ ഏതാണ്ട് കണ്ണ് തള്ളിപ്പോയ ഒരവസ്ഥയാണ്. കാരണം പത്മകുമാറിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തമ്മിൽ അത്രത്തോളം ആഴത്തിൽ ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ രേഖകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ചില്ലറക്കാരൊന്നുമല്ല. പപ്പൻ അങ്ങ് പറന്ന് ഇംഗ്ലണ്ട് വരെ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനുള്ള തെളിവുകളൊക്കെയാണ് കിട്ടുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. പപ്പനും ഉണ്ണികൃഷ്ണൻ പോറ്റി പോവുകയാണ് ഇംഗ്ലണ്ടിലേക്ക്. ഈ ഇംഗ്ലണ്ടിൽ മാത്രമാണോ ഇനി പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് സംശയമല്ലേ. കാരണം ഇങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് പോകാമെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെയും പലയിടങ്ങളിലും പോകാം. ഇനി എന്തിന് ഇംഗ്ലണ്ടിലേക്ക് പോയി? അപ്പോൾ അവിടെ ആരെയോ കൃത്യമായി കാണാനാണ്. അതും പപ്പനും പോറ്റിയും കൂടെ പോയേക്കാണ്. അപ്പോൾ പപ്പനും പോറ്റിക്കും ഇടയിൽ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി പറഞ്ഞു വരുമ്പോൾ ഈജിപ്റ്റ് വരെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന ചില സൂചനകളൊക്കെ. എന്താ പറയുക, നമ്മൾ പറയാം അയ്യപ്പ കാത്തോണെ, ഇതിൽ കൂടുതലൊന്നും കേൾക്കാനായിട്ട് ഇനി നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്, വിശ്വാസികൾക്ക് കഴിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ അന്വേഷണ സംഘത്തിനെ വട്ടം ചുറ്റിക്കുന്ന ഒരു നേതാവായിട്ട് പത്മകുമാർ മാറുകയാണ്. ഈ പത്മകുമാറും പോറ്റിയും തമ്മിൽ അത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതാണ് വരുന്നത്. പുറത്തു വരുന്ന വിവരങ്ങൾ ഓരോന്നും CPM-നെ കെട്ടി നിർത്തി രണ്ട് മുഖത്തിട്ടും അടിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയുണ്ടാവും? അമ്മാതിരി അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാൻ വയ്യ. പലതും പറഞ്ഞു നോക്കുന്നുണ്ട്. ഗോവിന്ദൻ മാഷൊക്കെ ഇറങ്ങി അങ്ങോട്ട് മെഴുകുന്നത് കണ്ടിട്ട് നമുക്ക് നാണക്കേടും സങ്കടവും വരികയാണ്. എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരു ഗതികേട് ആ മനുഷ്യർക്ക് CPM-നെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചല്ലോ എന്നുള്ളത് നമുക്ക് തോന്നുന്ന രീതിയിലേക്ക് മെഴുകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ ആറന്മുളയിൽ വീട്ടിൽ നടത്തിയിട്ടുള്ള, നമ്മൾ പറയാം ആറന്മുളയിലെ വീട്ടിലെ നിലവറ തുറന്നപ്പോൾ കണ്ട് ഞെട്ടിയ കാര്യം, അതിൽ കിട്ടിയിട്ടുള്ള പാസ്പോർട്ട്, ആ പാസ്പോർട്ടിൽ നിന്നാണ് ഈ ഇംഗ്ലണ്ട് യാത്രയടക്കം പിടിച്ചെടുത്തിട്ടുള്ളത്. കൂടാതെ പത്മകുമാറിൻ്റെയും ഭാര്യയുടെയും ആദായ നികുതി വിവരങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇരുവരുടെയും ആസ്തികളിലുമൊക്കെ ഇനി അന്വേഷണം നടത്തും. അതായത് 2017 ശേഷം ഇവർക്ക് സമ്പാദ്യം ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ആറന്മുളയിലുള്ള ബുട്ടീക്കുണ്ട്, റിസോർട്ടുണ്ട്, മറ്റൊരു വീടുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവയിലെല്ലാം തന്നെ ചില സംശയങ്ങളും SITക്കുണ്ട്. അപ്പോൾ ഈ സംശയമൊക്കെ ദൂരീകരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം കോടതിയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരുടെയും മൊഴി എടുത്തിട്ട് കൃത്യമായിട്ട് ആ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കണം, വേറെ എങ്ങും കൊണ്ട് നടക്കാനായിട്ട് പോകണ്ട. കാരണം നിന്നെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നിന്നെയൊക്കെ വിശ്വസിച്ചിട്ടും കാര്യമില്ല. കാരണം തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ വിശ്വസിക്കാൻ കൊള്ളൂല. നിന്നെയൊക്കെ ഭീഷണിപ്പെടുത്തിയ നിന്റെയൊക്കെ ജോലിയാണല്ലോ എന്നുള്ളത് കോടതിക്ക് മനസ്സിലായിട്ടുള്ളതുകൊണ്ട് കോടതി പറഞ്ഞ് അപ്പപ്പോൾ ഉള്ള വിവരം
അപ്പപ്പം ഇങ്ങോട്ട് ചൂടപ്പം പോലെ അറിയിച്ചോണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യണം കൃത്യമായിട്ട്. ഇത്രയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ പോരെ, ഇത്രയും കിട്ടിയെന്ന് പറയുമ്പോൾ കോടതി സ്വാഭാവികമായും ചോദിക്കും, അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല, എന്തുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല, അതുകൂടി ചോദിക്കണ്ടേ. അപ്പോൾ മുൻകൂട്ടി പറയുകയാണ്, കസ്റ്റഡിയിൽ തായോ, ഞങ്ങൾ കുറച്ചുകൂടെ ഇടിച്ചു പിഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ചണ്ടിയായിട്ടാണെങ്കിൽ ഇങ്ങനെ പുറത്തിട്ടേക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ വല്ല നാട് വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്റർപോളുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യം വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടാകുന്നതിന് പിന്നിൽ സ്വാധീനം ഉണ്ടായിരുന്നത് പോറ്റി വഴിയാണ്. അതായത് ഇത്തരത്തിലുള്ള ആസ്തികളെല്ലാം ഉണ്ടാകുന്നതിന് പിന്നിൽ ഇത് ഒരു എന്താ പറയുക, ഈ വീടിന്റെ ദൈവം ഇന്ന ആള് എന്ന് പറഞ്ഞ് നമ്മൾ പോസ്റ്റർ ഒട്ടിക്കുന്ന പോലെ പത്മകുമാറിന്റെ വീടിന്റെ ഐശ്വര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്ന ഒരു വിവരം. 2019 ശ്രീകോവിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇംഗ്ലണ്ടിലേക്കും ഈജിപ്തിലേക്കും പോയി എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ മറ്റു പ്രതികളുടെ വിദേശയാത്രാ വിവരം പാസ്പോർട്ടിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിപട്ടികയിൽ ഇനി അറസ്റ്റിലാവാനുള്ളവരുടെ പാസ്പോർട്ട് മൊഴിയെടുക്കൽ ഘട്ടത്തിൽ പരിശോധിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ബിരുദനുണ്ടല്ലോ, മൂപ്പരുടെ വിദേശയാത്രകളെ കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണവും സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ പോറ്റി ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇരട്ടിപ്പണി സൈഡിൽ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. 2019 കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലേക്ക് സ്വർണ്ണപ്പാളികളിൽ നിന്ന് കുറച്ച് സ്വർണ്ണം ഇങ്ങനെ എടുത്തതിന് ശേഷം അതിനുശേഷം തട്ടിയെടുത്തതിന് ശേഷമുള്ള കാലഘട്ടത്തിലെ രേഖകളൊന്നും തന്നെ പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന്, റൈഡിൽ നിന്ന് അന്വേഷണ സംഘത്തിനെ കണ്ടെടുക്കാനായിട്ടില്ല. അത് വളരെ വിദഗ്ധമായിട്ട് മറ്റൊരിടത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്ന കാര്യം. അപ്പൊ പത്മകുമാറിന്റെയും ഭാര്യയുടെയും 2015-16, 2016-17 എന്നീ സാമ്പത്തിക വർഷങ്ങളിലൊക്കെ നികുതി റിട്ടേണുകളുടെ വിവരവുമൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവയൊക്കെ കണ്ടെത്തണം. ഈ പകുതി വെച്ചിട്ട് ബാക്കി പപ്പൻ ഇത് എവിടെയാണ്, ഇനി അതിന്റെ ഈ നിലവറയ്ക്കുള്ളിൽ മറ്റൊരു നിലവറയുണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കണം. കാരണം പകുതി കാര്യങ്ങളാണ് SITക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ബാക്കി പകുതി വിവരങ്ങളും രേഖകളും ഒക്കെ പപ്പൻ എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ ഈ രണ്ട് കൂട്ടരും തമ്മിൽ, അതായത് പോറ്റിയും പത്മകുമാറും തമ്മിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പത്മകുമാറിനെ എന്തായാലും ഇന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ പത്മകുമാറിന്റെ മൊഴിയാണ് നിർണായകമാവുക. പോറ്റിയെയും വീണ്ടും വിളിപ്പിക്കും, ചോദ്യം ചെയ്യും. പോറ്റി അങ്ങ് എൻ്റെ കഴിഞ്ഞു, സ്വസ്ഥം, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് സമാധാനപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അടുത്ത ചോദ്യം ചെയ്യലിനായിട്ട് വിളിപ്പിക്കും. കാരണം നിന്നെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല, ഇതൊന്നും അല്ല, ഇതിനപ്പുറമുള്ള വിവരങ്ങൾ നിന്റെയൊക്കെ മനസ്സിലുണ്ട് എന്നുള്ളത് SITക്കും കോടതിക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വീണ്ടും പോറ്റിയെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നിട്ട് ഇവർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോറ്റിയെയും പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് SIT ഉള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പത്മകുമാർ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കും. താൻ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് പത്മകുമാർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് പത്മകുമാർ അത് പറഞ്ഞത് ഞാൻ മാത്രമല്ല കള്ളനായിട്ടുള്ളത്, എനിക്ക് മുമ്പേ ഒരു കള്ളൻ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പൊ ആ കള്ളനിൽ നിന്നാണ് ആ കള്ളന്റെ കസേരയിലേക്ക് ഞാൻ വന്നപ്പോൾ ആ കള്ളൻ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ തുടർന്നു. അപ്പൊ മുമ്പേ ഉള്ളവനെ കൂടി കൊടുക്കാനുള്ള ഒരു വഴിയാണ് പത്മകുമാർ ഒപ്പിച്ചു വെച്ചത്. എന്തായാലും ഈജിപ്തിലേക്ക് പത്മകുമാർ പോയിട്ടുണ്ടെങ്കിൽ എല്ലൂരി എടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വളരെ നിർണായകമായിട്ട് കാര്യങ്ങൾ വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വർണ്ണ കൊള്ളയ്ക്ക് പിന്നിൽ മുഖ്യ കേന്ദ്രം എന്ന് പറയുന്നത് ഈ പറയുന്ന പോറ്റിയും പത്മകുമാർ കൂട്ടുകെട്ടാണെന്നുള്ള ഒരു നിഗമനത്തിലേക്കും SIT എത്തുന്നുണ്ട്. കടകംപള്ളി ആണെങ്കിൽ ഗോ എഹെഡ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും കടകംപള്ളിയെയും പിഴിയാനുള്ള സാധ്യതകളുണ്ട്. അതിലേക്കുള്ള വരവിലാണ് ഇവരുള്ളത്. എന്തായാലും ഇവർ തമ്മിലുള്ള, പത്മകുമാറും പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളൊക്കെയും ലഭിച്ചിട്ടുണ്ട്. സ്വർണ്ണ കവർച്ചയുടെ പങ്ക് പത്മകുമാർ കൈപ്പറ്റി എന്നുള്ളതിന്റെ തെളിവാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് SIT ഇതുവരെയും കരുതിയിരിക്കുന്നത്. അത് ഉറപ്പിക്കാനായിട്ട് പത്മകുമാറിന്റെ വിദേശയാത്രയുടെയും അവിടുത്തെ കൂടിക്കാഴ്ചകളുടെ കൂടി വിവരങ്ങൾ SIT ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പത്മകുമാറിനെതിരായിട്ടുള്ള തെളിവ് കൂടുതൽ ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളെ മാപ്പ് സാക്ഷിയാക്കാനും
ഉള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.